BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട 2 അധ്യാപകർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. ലോൺ ആപ്പ് വിഷയത്തിൽ അധ്യാപികയെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് ഡോക്ടർ റാം ആണെന്നും നിതിൻ രാജിനെ അധ്യാപകർ കൂട്ടവിചാരണ നടത്തുമ്പോൾ പ്രിൻസിപ്പലിന്റെ മുറിക്ക് പുറത്ത് റാം ഉണ്ടായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ രജിസ്റ്റർ ചെയ്ത 1ഉം 2ഉം പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതിയിൽ വാദത്തിന് വന്നിട്ടുള്ളത്. ജാമ്യ ഹർജിയിൽ 1ാം പ്രതിയുടെ വാദം താൻ കർണാടകയിലുള്ള ഭജേന്ദ്രി എന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ആളാണെന്നും അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞത്. ഞങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയപ്പോൾ ഭജേന്ദ്രി എന്ന ജാതി അത് SC അല്ല എന്നും അത് OBC ഗ്രൂപ്പിലാണെന്നും അദ്ദേഹത്തിൻ്റെ വാദം ശരിയല്ല എന്നും നമുക്ക് സമർത്ഥിക്കാൻ കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. രേഖാമൂലം തന്നെ അത് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വ്യാജമായിട്ട് എന്തെങ്കിലും ബിരുദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യോഗ്യതകളോ നേടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഏതായാലും ആ ഭാഗം തൽക്കാലം മാറ്റി നിർത്താം. ഇന്ന് മുൻകൂർ ജാമ്യത്തിന് വാദത്തിന് വന്നപ്പോൾ ഞങ്ങൾ പ്രധാനമായി 1-2 കാര്യങ്ങൾ പറഞ്ഞത്, SC ST വകുപ്പുള്ള ഈ കേസിൽ നിയമപരമായി മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് നിയമപരമായി തടസ്സമുണ്ട്. സ്പെസിഫിക് ബാർ എന്നാണ് പറയുക. അതിൻ്റെ വകുപ്പ് പ്രകാരം മുൻകൂർ ജാമ്യം ഒരു പ്രഥമദൃഷ്ട്യാ SC ST കേസ് നിലനിൽക്കുകയാണെങ്കിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് പ്രോസിക്യൂഷൻ്റെ ആദ്യത്തെ വാദം. പ്രതിഭാഗത്തിൻ്റെ പ്രധാന വാദം എന്ന് പറയുന്നത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ വെച്ച് പ്രിൻസിപ്പാളും സഹ അധ്യാപകരും ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് കുട്ടിയെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളും ചോദ്യം ചെയ്ത സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് 13 മുതൽ ഇങ്ങോട്ട് ഈ അധ്യാപകൻ്റെ ക്രൂരമായ പെരുമാറ്റം, ഈ കുട്ടി പട്ടിക ജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പലപ്പോഴും പരസ്യമായി ക്ലാസ്സിലും സ്റ്റാഫ് റൂമിലും വെച്ച് ഹറാസ് ചെയ്ത ഈ അധ്യാപകൻ സംഭവ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ പ്രതിഭാഗം പറയുന്നു അന്ന് അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ നമ്മുടെ ഈ പ്രിൻസിപ്പാളിൻ്റെയും അതുപോലെ തൊട്ടടുത്ത സ്റ്റാഫ് റൂമിലെയും CCTV വിഷ്വൽസ് എടുത്തിട്ട് കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കിയിരിക്കുകയാണ്. കൃത്യമായി 12:30-ക്ക് ശേഷം 2 മണിയോളം ഈ അധ്യാപകർ റാം എന്ന് പ്രോസിക്യൂട്ടറുടെ പ്രതികരണമാണ് കേട്ടത്. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി. ബിജീഷ്, ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തുകൊണ്ട് എന്തെല്ലാം വാദങ്ങളാണ് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്? ബിജീഷ്, അതായത് നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാമും അതുപോലെ തന്നെ ഡോക്ടർ സംഗീതയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് പ്രോസിക്യൂഷൻ ശക്തമായി ഇവരുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഇതിനെതിരെ ഈ ഡോക്ടർ റാമിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള വെർബൽ ആട്രോസിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ കോടതിയിൽ പ്രധാനമായി പ്രോസിക്യൂഷൻ വാദമായി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവ ദിവസം ഉച്ചയ്ക്ക് 12:20 തൊട്ട് അത് കഴിഞ്ഞ് 2 മണിവരെയുള്ള CCTV ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ തങ്ങളുടെ വാദങ്ങളുടെ ഭാഗമായിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായും ഡോക്ടർ റാമും അതുപോലെ തന്നെ സംഗീതയും ചൂണ്ടിക്കാണിച്ചത് ഈ സംഭവം നടക്കുന്ന സമയത്ത് തങ്ങൾ ആ പ്രിൻസിപ്പൽ മുറിയിലില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പ്രിൻസിപ്പലിന്റെ മുറിക്ക് പുറത്തുള്ള സ്റ്റാഫ് റൂമിനകത്ത് ഡോക്ടർ റാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായി വാദം പറയുന്നത്. മാത്രമല്ല, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപികയ്ക്ക് നിതിനെതിരെ പരാതി നൽകാനുള്ള പൂർണ്ണ പിന്തുണ നൽകിയത് ഡോക്ടർ റാമാണ്. ഡോക്ടർ റാം ഈ സ്റ്റാഫ് റൂമിൽ ഇരുന്നു കൊണ്ട് ഈ പ്രിൻസിപ്പൽ റൂമിനകത്ത് നടന്ന ചർച്ചയെയും അതുപോലെ തന്നെ നിതിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി ഡോക്ടർ റാം അക്കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്നു. ഒടുവിൽ പരാതി നൽകാൻ ലതാ ശശിധരന് പിന്തുണ നൽകിയത് ഡോക്ടർ റാം ആണ് എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രോസിക്യൂഷന്റെ പ്രധാനമായിട്ടുള്ള വാദം ഈ SC ST ആക്ട് നിലനിൽക്കില്ല എന്നുള്ള ഡോക്ടർ റാമിന്റെ വാദത്തെയും അവർ ഗണ്ണിക്കുന്നുണ്ട്. ഡോക്ടർ റാം SC വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളതാണ് അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രധാന വാദം. പക്ഷെ അത് നിലനിൽക്കില്ല. ഡോക്ടർ റാം SC വിഭാഗത്തിൽപ്പെട്ട ആളല്ല, OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളതാണ്
പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിനുള്ള രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഏതായാലും ഡോക്ടർ റാമിനും അതുപോലെ തന്നെ ഡോക്ടർ സംഗീതയ്ക്കുമെതിരായ ആരോപണങ്ങൾ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇരുവർക്കും മുൻകൂർ ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇരുവരുടെയും വാദം കേട്ട കോടതി ശനിയാഴ്ച ഇതിനകത്ത് പറയുന്നതിന് വേണ്ടി കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ശരി ബിജേഷ്.